ഇതൊരു വിവര ആവശ്യത്തിന് മാത്രമുള്ളതാണ്. വൈദ്യോപദേശത്തിനോ രോഗനിർണയത്തിനോ ഒരു പ്രൊഫഷണലിനെ സമീപിക്കുക. മോക്സ് റെഡിമിക്സ് ഡ്രോപ്സ് ഒരു ദ്രാവക രൂപത്തിലുള്ള ആന്റിബയോട്ടിക് മരുന്നാണ്. ഇത് പ്രധാനമായും കുട്ടികളിലെ ബാക്ടീരിയ അണുബാധകളെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നു. ഇതിൽ അമോക്സിസിലിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് ഒരു തരം പെൻസിലിൻ ആന്റിബയോട്ടിക് ആണ്. ബാക്ടീരിയയുടെ കോശഭിത്തികൾ നിർമ്മിക്കാനുള്ള കഴിവിനെ തടസ്സപ്പെടുത്തിയാണ് അമോക്സിസിലിൻ പ്രവർത്തിക്കുന്നത്. ഇത് അവയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ശക്തമായ കോശഭിത്തി ഇല്ലാതെ ബാക്ടീരിയ ക്രമേണ നശിക്കുകയും അണുബാധ ഇല്ലാതാവുകയും ചെയ്യുന്നു. കുട്ടികളിലെ വിവിധ ബാക്ടീരിയ അണുബാധകൾക്ക് മോക്സ് റെഡിമിക്സ് ഡ്രോപ്സ് സാധാരണയായി നിർദ്ദേശിക്കപ്പെടുന്നു. ഇനി പറയുന്നവ ഉൾപ്പെടെ: ചെവിയിലെ അണുബാധകൾ, തൊണ്ടയിലെ അണുബാധകൾ, സ്ട്രെപ് ത്രോട്ട്, ശ്വാസകോശത്തിലെ അണുബാധകൾ, ന്യൂമോണിയ, ചർമ്മത്തിലെ അണുബാധകൾ, മൂത്രനാളിയിലെ അണുബാധകൾ. പ്രധാന പരിഗണനകൾ: ഡോസേജ്. മോക്സ് റെഡിമിക്സ് ഡ്രോപ്സിന്റെ ഡോസേജ് കുട്ടിയുടെ ഭാരം, പ്രായം, അണുബാധയുടെ തീവ്രത എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കേണ്ടതും നിർദ്ദേശിക്കപ്പെട്ട ഡോസിനേക്കാൾ കൂടുതൽ എടുക്കാതിരിക്കേണ്ടതും നിർണായകമാണ്. അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ നൽകണം? നിർദ്ദിഷ്ട അണുബാധയെയും ഡോക്ടറുടെ ശുപാർശകളെയും ആശ്രയിച്ച് മോക്സ് റെഡിമിക്സ് ഡ്രോപ്സ് സാധാരണയായി ദിവസത്തിൽ 2-3 തവണ നൽകുന്നു. കൃത്യമായ ഡോസിംഗ് ഉറപ്പാക്കാൻ മരുന്നിനൊപ്പം നൽകിയിട്ടുള്ള സിറിഞ്ച് അല്ലെങ്കിൽ ഡ്രോപ്പർ ഉപയോഗിച്ച് ഡ്രോപ്സ് നൽകുന്നതാണ് നല്ലത്. ദൈർഘ്യം. ചികിത്സയുടെ ദൈർഘ്യം അണുബാധയുടെ തരത്തെയും തീവ്രതയെയും ആശ്രയിച്ച് വ്യത്യാസപ്പെടും. കുട്ടിക്ക് മരുന്ന് കഴിച്ചു തുടങ്ങുമ്പോൾ സുഖം തോന്നിയാലും ഡോക്ടർ നിർദ്ദേശിച്ച ആന്റിബയോട്ടിക്കുകളുടെ മുഴുവൻ കോഴ്സും പൂർത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ്. മരുന്ന് നേരത്തെ നിർത്തുന്നത് അണുബാധ വീണ്ടും വരാനോ ആന്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധശേഷി നേടാനോ ഇടയാക്കും. പാർശ്വഫലങ്ങൾ. എല്ലാ മരുന്നുകളെയും പോലെ മോക്സ് റെഡിമിക്സ് ഡ്രോപ്സും പാർശ്വഫലങ്ങൾക്ക് കാരണമാകും. വയറിളക്കം, ഓക്കാനം, ഛർദി, ചുണങ്ങു എന്നിവ സാധാരണ പാർശ്വഫലങ്ങളാണ്. നിങ്ങളുടെ കുട്ടിക്ക് ഏതെങ്കിലും ഗുരുതരമായതോ സ്ഥിരമായതോ ആയ പാർശ്വഫലങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ ബന്ധപ്പെടുക. അലർജികൾ. നിങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും അലർജികൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പെൻസിലിൻ ആന്റിബയോട്ടിക്കുകളോട് ഡോക്ടറെ അറിയിക്കേണ്ടത് നിർണായകമാണ്. പെൻസിലിനോടുള്ള അലർജി പ്രതികരണങ്ങൾ ഗുരുതരവും ജീവൻ വരെ അപകടപ്പെടുത്തുന്നതുമാകാം. ഇടപെരുമാറ്റങ്ങൾ. മോക്സ് റെഡിമിക്സ് ഡ്രോപ്സ് ചില മരുന്നുകളുമായി ഇടപഴകാൻ സാധ്യതയുണ്ട്. അതിനാൽ കുട്ടി കഴിക്കുന്ന എല്ലാ മരുന്നുകളെക്കുറിച്ചും ഡോക്ടറെ അറിയിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓവർ ദി കൗണ്ടർ മരുന്നുകളും ഹെർബൽ സപ്ലിമെന്റുകളും ഉൾപ്പെടെ. സംഭരണം. മോക്സ് റെഡിമിക്സ് ഡ്രോപ്സ് തണുത്തതും വരണ്ടതുമായ സ്ഥലത്ത് നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ നിന്നും ഈർപ്പത്തിൽ നിന്നും അകറ്റി സൂക്ഷിക്കണം. മരുന്ന് കുട്ടികൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത തരത്തിൽ സൂക്ഷിക്കേണ്ടതും പ്രധാനമാണ്. ഓർക്കുക, ഈ വിവരങ്ങൾ പൊതുവിജ്ഞാനത്തിന് മാത്രമുള്ളതാണ്, വൈദ്യോപദേശമായി കണക്കാക്കരുത്. ഏതെങ്കിലും മരുന്ന് ആരംഭിക്കുന്നതിനോ നിർത്തുന്നതിനോ മുമ്പ് നിങ്ങളുടെ കുട്ടിയുടെ ഡോക്ടറെ എപ്പോഴും സമീപിക്കുക. നിങ്ങളുടെ കുട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ചോ മോക്സ് റെഡിമിക്സ് ഡ്രോപ്സിന്റെ ഉപയോഗത്തെക്കുറിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ ഡോക്ടറെ ബന്ധപ്പെടാൻ മടിക്കരുത്.